കണ്ടില്ലേ ബീവി ഫാത്തിമത്തു സുഹ്റാ മണിയറയുടെ മനോഹരമായ മധുവൂറുന്ന രാത്രിയിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന നേരത്ത് മണവറയിൽ നിന്നുകൊണ്ട് ഫാത്തിമ ബീവി കരയുകയാണ്. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ചോദിച്ചു, മോളെ ഫാത്തിമ, എന്തിനാണ് നീ കരയുന്നത്? എന്തിനാണ് നീ കണ്ണീരൊഴുക്കുന്നത്? ഭൂലോക ഗുരുവായ റസൂലുള്ളാഹിന്റെ പൊന്നുമോൾ, ഭൂലോക ചക്രവർത്തിയായ റസൂലുള്ളാഹിന്റെ കുഞ്ഞുമോൾ എന്തിനാണ് കരയുന്നത്? എന്തിനാണ് വിഷമിക്കുന്നത്? അലി ഇബ്നു അബീ താലിബിനെ ഇഷ്ടപ്പെട്ടില്ലേ? എത്രയോ രാജാക്കന്മാർ വന്ന് കല്യാണമാലോചിച്ചു, എത്രയോ പ്രഭുക്കന്മാർ വന്ന് കല്യാണമാലോചിച്ചു, എത്രയോ നാട്ടുപ്രമാണിമാർ വന്ന് ചോദിച്ചു, ഹബീബായ നബിയെ, അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയെ എനിക്കൊന്ന് കല്യാണം കഴിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂല് സുൽത്താന്മാർക്ക് ഫാത്തിമ ബീവിയെ കൊടുത്തിട്ടില്ല, പ്രമുഖന്മാർക്ക് ഫാത്തിമ ബീവിയെ കൊടുത്തിട്ടില്ല. ഒരു രാജാവിന്റെയും മണിമന്ദിരത്തിലേക്കോ കൊട്ടാരത്തിലേക്കോ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടില്ല. ഒരു പുല്ലറുപ്പുകാരനായ സാധാരണക്കാരൻ, ഒരു പുല്ലറുപ്പുകാരനായ സാധാരണക്കാരൻ എന്താണ് അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ പണി എന്നറിയുമോ? രാവിലെയാകുമ്പോ പുല്ലറുക്കുന്ന കത്തിയുമായിട്ട് ഇറങ്ങി പുറപ്പെടും. ആ പുല്ലറുക്കുന്ന കത്തിയുമായി ഇറങ്ങി പുറപ്പെട്ട് വനാന്തരങ്ങളിൽ കയർന്നു എന്നിട്ട് പുല്ലറുത്ത് പുല്ലു ശേഖരിക്കും. വലിയ ഒട്ടകക്കൂട്ടങ്ങളും കുതിരക്കൂട്ടങ്ങളുമുള്ള മുതലാളിമാരുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കുതിരപ്പുല്ലിട്ട് കൊടുക്കും. ആ ഒട്ടകങ്ങൾക്ക് തിന്നാനുള്ള പുല്ലിട്ട് കൊടുക്കും. അവർ ചെല്ലറയും അവർ ചെറിയതുമായ ദിർഹമുകളോ നാണയങ്ങളോ കൊടുക്കും. അത് കയ്യിൽ മേടിച്ചിട്ട് സന്തോഷത്തോടെ മടങ്ങിപ്പോകും. ഇതാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജോലി. മഹാനായ ഈ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നു, മണവറയിലെ മനോഹരമായ വെണ്ണക്കല്ലിന്റെ ലാവണ്യത്തിൽ ചാലിച്ച സുവർണ സ്വപ്നങ്ങളുടെ മഴവിൽ കാന്തികൾ തളിരിട്ട് കളിയാടുന്ന മണവറയുടെ മനോഹരമായ രാത്രിയിൽ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന നേരത്ത് റസൂലുള്ളാഹിന്റെ രാജ്ഞിയില്ലയോ, മക്കയുടെ മണവാളനായ റസൂലുള്ളാഹിന്റെ പൊന്നുമോൾ മദീനയിലെ രാജ്ഞിയായ ഫാത്തിമത്തു സുഹ്റാ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കരയുകയാണ്. എന്റെ കണ്ണൂർ ജില്ലയിലെ പെങ്ങളെ, നിങ്ങളത് കേൾക്കണേ. അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ചോദിച്ചു, തങ്ങളവറുകൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാണ് നീ കരയുന്നത്? അലി ഇബ്നു അബീ താലിബിന് സൗന്ദര്യം കുറഞ്ഞു പോയോ? അലി ഇബ്നു അബീ താലിബിന് വലിയ പ്രമാണിത്വവും അധികാരവും ചക്രവർത്തി പദങ്ങളും സമ്പത്തും കൊട്ടാരവും ഇല്ലാത്തത് കൊണ്ടാണോ? എന്തിനാണ് ഫാത്തിമ ബീവി കരയുന്നത്? എന്തിനാണ്? അലിയാർ തങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഉപ്പ, എന്റെ വാപ്പിച്ച, എന്റെ പ്രിയപ്പെട്ട വാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെയാണ് മണവാളനായി എനിക്ക് സമ്മാനിച്ചു തന്നത്. ആ മണവാളനല്ലാതെ ദുനിയാവിൽ എനിക്ക് മറ്റൊരു മണവാളന് വേണ്ട. ഞാൻ അവിടുത്തെ സൗന്ദര്യത്തിന്റെ കുറവിൽ എനിക്ക് ആവലാതിയില്ല, അവിടുത്തെ സമ്പത്തിന്റെ കുറവിൽ എനിക്ക് പരാതിയില്ല, അവിടുത്തെ കുളിരിനെ പറ്റി എനിക്ക് ആവലാതിയില്ല. പക്ഷേ ഞാൻ ഈ മണവറയിൽ കയറി വന്നപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലോചിച്ചു പോയി. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഫാത്തിമ മോൾ ആലോചിച്ച ഒന്ന് രണ്ട് വസ്തുതകൾ? അതേ അലി ഇബ്നു അബീ താലിബ് തങ്ങളെ, ഞാനിന്ന് ഈ മണവറയിലെ മണമുള്ള രാത്രിയിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോഴനായിട്ട് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഇവിടെ വന്നല്ലോ.
എനിക്ക് കൂട്ടുകാരനായി തലിയാർ ഞങ്ങൾ ഈ ഖബറിലുണ്ട്, ഈ മണവറയിലുണ്ടല്ലോ. ഈ ഫാത്തിമയാകുന്ന റസൂലുള്ളാഹിന്റെ പൊന്നുമോള് അങ്ങ് മരണപ്പെട്ടു പോയാൽ എന്റെ ജനാസ എടുത്ത് ഖബറിലങ്ങ് താഴ്ത്തി വെച്ചാൽ എന്റെ ഖബറിൽ ആരാണ് എനിക്ക് കൂട്ടുവരിക? എന്റെ ഖബറിൽ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ എനിക്ക് കൂട്ടുകാരനായിട്ട് വരുമോ? ഇത് ചിന്തിച്ചപ്പോ എനിക്ക് കരച്ചിൽ വരുന്നു. പോരാ പോരാ, ഞാനങ്ങ് മരണപ്പെടുന്ന സമയത്ത് എന്റെ പെങ്ങളെ നിങ്ങളിത് കേൾക്കണം കേട്ടോ. ഫാത്തിമ ബീവിന്റെ ആശങ്ക കണ്ടോ, ഫാത്തിമ ബീവിന്റെ വിഷമം കണ്ടോ. ഞാനങ്ങ് മരണപ്പെട്ടു പോകുന്ന സമയത്ത് എന്റെ ജനാസ എടുത്തുകൊണ്ടുപോയി ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ജനാസ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ കഫം പുടവ കൊണ്ട് മൂടപ്പെട്ട എന്റെ ശരീരത്തിന്റെ ബോഡിയുടെ ഷേപ്പ് അത് അന്യ ആണുങ്ങൾ കാണാനിടവരില്ലേ? എന്റെ ജനാസ എടുക്കുന്ന സന്ദർഭത്തിൽ, അത് എടുക്കുന്ന അവസരത്തിൽ രാത്രി സമയത്ത് മാത്രം എന്റെ ജനാസ എടുക്കണം അലിയേ. ഇതേ മണവറയിൽ വെച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഖബറിന്റെ ഭീകരതയെ സംബന്ധിച്ച് പേടിച്ച് കരഞ്ഞ പൊന്നുമോള് ഫാത്തിമ ബീവി മരണാസന്നയായി കിടക്കുന്ന സമയത്ത് അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, എന്റെ ജനാസ എടുക്കുന്ന സന്ദർഭത്തിൽ അത് രാത്രിയിലാക്കണേ അലിയേ. കാരണം എന്താണെന്നറിയുമോ? ആരംഭപ്പൂവായ റസൂലുള്ളാഹിന്റെ പൊന്നുമോള് പറയുന്ന ആവലാതി കണ്ടോ ഉമ്മമാരെ? റസൂലുള്ളാഹിന്റെ പൊന്നുമോള് ഫാത്തിമ പറയുന്ന ടെൻഷൻ, ഞാനങ്ങ് മരണപ്പെട്ടെന്റെ ജനാസ എടുത്തുകൊണ്ട് പോകുന്ന നേരത്ത് എന്റെ ബോഡിയുടെ ഷേപ്പ് അതന്യ ആണുങ്ങൾ കണ്ടാലോ? അതുകൊണ്ട് അലിയേ, എന്റെ ജനാസ എടുക്കുമ്പോ പാതിരാത്രിയിൽ, അതേ സൂര്യൻ അസ്തമിച്ച ശേഷം ഇരുട്ട് പറക്കുന്ന സമയത്തെടുക്കണേ. ഇത് ഫാത്തിമ ബീവിയുടെ വസിയത്താണ്. മണവറയിലെന്ന രാത്രിയിൽ അലിയാർ ഞങ്ങളും ഫാത്തിമ ബീവിയും കൂടി അവരതാ പാതിരാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചു പോയി. മരണാസന്നയായി കിടക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വസിയത്ത് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് നടപ്പാക്കി കൊടുത്തു. അന്ന് മുതലാണ് അതാ കാണുന്ന നമ്മുടെ ജനാസ കൊണ്ടുപോകുന്ന കട്ടിൽ, ആ കട്ടിലിന്റെ പുറത്തൊരു മൂടി വന്നത് അന്ന് മുതലാണെന്ന് ചരിത്രം പറയുന്നു. മോനെ ഫാത്തിമ ബീവി പോകുന്ന സ്വർഗ്ഗത്തിൽ നമുക്ക് പോകണ്ടയോ? മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പോയ സ്വർഗ്ഗമില്ലയോ? ആ സ്വർഗ്ഗത്തിൽ നമുക്ക് പോകണ്ടേ പെങ്ങളെ? പോകണമെങ്കിൽ നമുക്കങ്ങനെ ജീവിക്കാൻ ഒരു മനസ്സ് വേണം. അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പൊന്നുമോളല്ലേ ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി ദൂരെ നിന്നിങ്ങനെ നടന്നു വരുന്നത് കണ്ടാൽ റസൂലുള്ള നടന്നു വരുന്നതാണെന്ന് തോന്നിപ്പോകും. അത്രയേറെ ഹബീബുമായി രൂപസാദൃശ്യമുള്ള പെങ്ങളാണ് ബീവി ഫാത്തിമത്തു സഹ്റാ. ആ ഫാത്തിമ ബീവിയാണ് ഇത്രയും നേരെ അവരൊരിക്കലും ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടപ്പെട്ടില്ല, തെരുവിലൂടെ തെണ്ടി നടക്കാൻ ആഗ്രഹിച്ചില്ല, അല്ലാഹുവിനെ ഭയപ്പെട്ടിരുന്നു, അല്ലാഹുവിനെ പേടിച്ചിരുന്നു. എന്റെ ഉമ്മ പെങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പോകുന്ന സ്വർഗ്ഗത്തിൽ നമുക്ക് പോകേണ്ടതില്ലയോ? അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട രാത്രിയിൽ ഈ മുത്തല്ലിമായ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ചെയ്യുന്ന വസിയത്ത്